ഇതവിടെ കാർത്ത് വന്നിട്ടുണ്ട്. തണുപ്പാണ്. അയ്യേ തണുപ്പ് പോയിട്ട് വലിയ തണുപ്പൊന്നുമില്ല. ഭയങ്കര ചുമയുണ്ടാണ് മാത്രമാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. ക്യാമറ ഷൈ ആൻഡ് ഓൾസോ ചെറുതായിട്ട് കഴിക്കുമ്പോൾ മാത്രം മാസ്ക് മാറ്റണ ഒരു കുട്ടിയാണ്. അയ്യോ ഓക്കെ, നമുക്ക് ഇനി പിന്നെ കാണാം ഗായ്സ്. ഇത് മോർണിംഗ് എവിടെയാണെന്ന് അറിഞ്ഞൂടെ. കൊടൈക്കനാൽ എത്തിയെന്നാണ് തോന്നണത്. നമ്മളൊരു വാട്ടർഫോൾസ് കണ്ടപ്പോ നിർത്തിയതാണ്. ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്, വിചാരിക്കുന്നതിനേക്കാളും നല്ല തണുപ്പുണ്ട്. മോർണിംഗ് സിക്നസ്. എല്ലാരും വിറച്ചു നടക്കുവാണ്. ഇതാ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. വാട്ടർഫോൾസിന്റെ പേര് സിൽവർ കാസ്കേഡ് പാർക്ക്. അതല്ലേ പേര്? സിൽവർ കാസ്കേഡ്. എങ്ങനെയുണ്ട് അലീഷ? അലീഷ വാട്ടർഫോൾസ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഹേ ഗൈസ്, നമ്മളിപ്പോ റൂമിൽ ചെക്ക് ഔട്ട് ചെയ്യാനാണ്. ചെക്ക് ഇൻ ചെയ്യണം. സത്യം നമ്മളിനി ഫ്രഷ് ആയിട്ട് ഇങ്ങനെയുള്ള നിങ്ങളാരും കണ്ടിട്ട് നോക്കണേ ഉറങ്ങാതിട്ടാണ്. ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. നമുക്ക് എന്തായാലും റെഡി ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനി നമ്മൾ എവിടെ പോണ? സൈറ്റ് സീയിങ്ങിനാണ് പോണത്. എവിടെയാണ് പോണേന്നൊന്നും അറിഞ്ഞൂടാ. അവര് വേറെ ഏതോ വഴി കൂടെ പോണ്. ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. യോ ഗൈസ്, ഹായ്. നമ്മളിപ്പോ എവിടെ എത്തി? പക്ഷെ നല്ല മഞ്ഞുണ്ട്. സ്വെറ്റർ ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ട്. ബാക്കി പിന്നെ കാണിക്കാം. ഗൈസ്, നമ്മളിപ്പം മഴയാണ് ഇവിടെ. കേവിലോട്ടാണ് പോകാൻ പോകുന്നത്. സുഭാഷ് അവിടെ കിടക്കണല്ലേ? സുഭാഷ് കിടന്നിട്ട് പോയ സ്ഥലത്താണ് നമ്മൾ പോണതല്ലേ? സുഭാഷ്
ഫൈനൽ പക്ഷെ ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങളെ ഒട്ടും ഇതിങ്ങനെ ഇത് ഇത്രയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഗായ്സ്. പക്കാവിടെയൊക്കെ പൊരിച്ച് വെച്ചേക്കുന്നത്. തിന്നുക ഉറങ്ങുക ഇത് തന്നെ പണി. ഹൈക്കിംഗ് ഗൈസ്. നമ്മളിപ്പോ ഗുണ കേവിലാണ്. പക്ഷെ ഒന്ന് കണ്ടുവിടല്ലേ, തണുപ്പ് ഗൈസ്. നിങ്ങൾ തന്നെ നോക്ക്, ഒന്നും കണ്ടുവിടാ. ഫ്രണ്ടിൽ പോണത് ഇപ്പൊ മാഞ്ഞു വേണം കാണാം. ഇവിടെ ഫോൺ പോയാ തീർന്ന്. നോക്കടി കുഴി. Go there. ഗൈസ് ഫുള്ള് മഞ്ഞാണ്. ഒന്നും കണ്ടൂടാ. ഫുള്ള് കൂവൽ ഗൈസ്. ഗുണ കേവ് അങ്ങതാ. നമ്മള് ഗുണ കേവിൽ പോയി തിരിച്ചു പോവാണ്. തിരിച്ചു പോയി നമ്മള് സുഭാഷേന്നൊക്കെ വിളിച്ചു. പക്ഷെ പാട്ട് വിളിച്ചു ഞങ്ങൾ. കൊറേ വിട്ട് വിളിച്ചു. ആരും കേട്ടില്ല. ഉണർന്നില്ല ഗായ്സ്. ഉണരൂ. നമ്മളിപ്പോ പൈൻ ഫോറസ്റ്റ് വന്നേക്കുവാണ്. പൈൻ ഫോറസ്റ്റ് കാണാൻ വന്നേക്കുവാണ്. അന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോവുകയാണ്. പൈൻ ഫോറസ്റ്റ് എത്തി. നമ്മൾ നല്ല മഞ്ഞുണ്ട്. ഇവിടെ ആർച്ചുണ്ട്. ഫേമസ് ആയ ആർച്ച. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ കാർത്തുണ്ട്. കാർത്തു ഡാഡ്. എന്റെ കഴക്കം മരുച്ച്. നമ്മള് റൂമിൽ കയറാണ്. അയ്യോ ഇവിടെ ചാർമി. റൂം സെറ്റായ നമ്മള് ഫ്രഷ് ആയി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്കിവിടെ ഒരു സെൽഫി എടുക്കാനും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. നമ്മളിനി ഇപ്പൊ പോകാൻ പോകുന്നത് ലേക്കിൽ. എന്തോ ഒരു ലേക്ക് സൈഡിലാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. എന്തോ അങ്ങനെ പറഞ്ഞു. ബോട്ടിംഗ് ഇല്ല ഗൈസ്. പിന്നെ പിടിക്കുകയാണ് ഗൈസ്. ആശന പോകുന്നുണ്ട്. എന്താടി അങ്ങനെ ഒരു സ്റ്റോക്ക്. നമ്മൾ പിന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് 10 രൂപയ്ക്കുള്ളത് 4 രൂപയ്ക്കോ 3 രൂപയ്ക്കോ വാങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കാണാം. നീ എന്ത് തേങ്ങയാടി പറയുന്നു? സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകും. 10 രൂപ. അവിടെ നടു. ഇതിനകത്തോട്ട് ആരും ഇരിക്കും.
വെള്ളം ഒഴിയടി. കഴിക്കാൻ തോന്നുന്നു കഴിച്ചു. പാസ്തയാണ് മാക്രോണി. മാക്രോൺസ് വേറെ അതൊക്കെ മതി. ടേസ്റ്റില്ല ഗായ്സ്. നമ്മളിതാ നടക്കുവാണ്. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഒരു ക്യാരറ്റ് മാത്രം വാങ്ങിച്ചു. നമ്മൾ ഓർഡർ ചെയ്ത് തെറ്റിപ്പോയി ഗൈസ്. നമ്മൾ പിസ്സ ഓർഡർ ചെയ്തതാണ് ഇപ്പൊ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിത് ഓർഡർ ചെയ്തായിരുന്നു. ഓർഡർ ചെയ്ത സമയത്ത് ഇങ്ങോട്ട് കാണില്ല. ഓർഡർ ചെയ്ത സമയത്ത് ഞങ്ങൾ അഡ്രസ്സ് കൊടുത്തിരുന്നത് മാറിപ്പോയി. അങ്ങനെ വേറെ ഏതോ ഒരിടത്ത് കൊണ്ട് കൊടുത്തു. അല്ല, നമുക്ക് ഇവിടെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. എന്തുവാ ഗ്രീൻ. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഗ്രീൻ പാർക്കാണ്. പക്ഷെ ആക്ച്വലി അത് ഗോൾഡൻ പാർക്ക് ആയിരുന്നു. എവിടെയോ പോയി ഗ്രീൻ പാർക്കിൽ പോയി നിന്നിട്ട് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഗ്രീൻ പാർക്കിലല്ല ഗോൾഡൻ പാർക്കിലാണ്. അങ്ങനെ വന്നു കിട്ടിയതേ ഉള്ളൂ ഗൈസ്. എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്. നമുക്ക് എന്താ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതാ പിസ്സ ഉണ്ട്, പെപ്സി ഉണ്ട്, വെജ് അല്ല ചിക്കൻ പാഴ്സൽ ഉണ്ട്, 2 പെപ്സി ഉണ്ട്. ഇതാ പിസ്സ. ഗൈസ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ സംസാരിച്ച് കുറേ റീലൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളത് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇത് കാണാൻ പോകുന്നത്. അതേപോലെ ഡാൻസ് കളിക്കുവാണ്. അതേപോലെ തന്നെ വേറെ ലാസ്റ്റ് എൻഡിങ് വീഡിയോ എടുക്കാൻ ഞാൻ ഇതിലും മറന്നിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ഞാൻ മറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഡേ 3 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 3ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.